1000 വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ട നക്ഷത്രത്തിന്റെ കിരണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്ന്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകാശം വരുന്നത് 1000 വർഷം മുമ്പിൽ നിന്നാണെന്ന്. ഇനി മനുഷ്യനൊരു രൂപരേഖ തയ്യാറാക്കി, ഒരു പേടകം തയ്യാറാക്കി, 1 സെക്കൻഡിൽ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ, 1 സെക്കൻഡിൽ 6 ലക്ഷം കിലോമീറ്റർ പോകുന്നൊരു വാഹനം എന്നെങ്കിലും മനുഷ്യൻ കണ്ടെത്തിയിട്ട് അതിൽ യാത്ര പുറപ്പെട്ടാൽ 1000 വർഷത്തെ 500 വർഷമാക്കി ചുരുക്കി കിട്ടും. അഥവാ 500 വർഷത്തിന് മുമ്പേ 1000 വർഷം സഞ്ചരിച്ചതുപോലെ ആകുമെന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി സുന്ദരമായി നിങ്ങൾക്ക് മിഅ്റാജിനെ വിശദീകരിക്കാൻ പറ്റും. ഇതിന്റെ കടലിന്റെ ആഴത്തിലേക്ക് പോകുമ്പോ കോടിക്കണക്കിന് വർഷങ്ങൾ ദൂരെയുള്ള ആ കാണുന്ന സഞ്ചാര പദങ്ങളിലേക്ക് ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ ആലയും കേറിയിട്ട് റസൂലുള്ളാഹി എങ്ങനെ അവിടെ എത്തി എന്നതിന്റെ ഉത്തരം ഭൗതികാർത്ഥത്തിൽ തന്നെ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഒരുപാട് സയൻസ് പഠിച്ചവരൊക്കെ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വ്യാഖ്യാനം നിങ്ങളുടെ മുമ്പിലിടുക. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹിയുടെ വ്യാഖ്യാനം. അത് മാത്രം പറഞ്ഞിട്ട് അങ്ങനത്തെ അറിവിലേക്കൊക്കെ പോകുന്നതാണ് ഞാൻ പറയുന്നത്. പോട്ടെ, നമ്മൾ വിദ്യാർത്ഥികളാണ്, ചിന്തിക്കാൻ വേണ്ടി മാത്രം ഇടുക. എന്ന് വെച്ചാൽ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുറാക്കിനെ കൊടുത്തത്? ഇത് നിങ്ങളെപ്പോലത്തെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ പറ്റും, ചിന്തിക്കാൻ വേണ്ടി. നമ്മൾ പറയുന്ന സ്പീഡിന് വേണ്ടി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി പറയുന്നത് സ്പീഡ് കുറക്കാനെന്ന്. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ? രണ്ടും തമ്മിൽ ആകെ വ്യത്യാസമില്ലേ? എന്താ ഈ പറഞ്ഞത്? പക്ഷെ പറയുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹിയാണ്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. സ്പീഡ് കുറക്കാൻ അതിന് വിശദീകരിക്കുമ്പോൾ അതിമനോഹരമായിട്ട് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. എന്താ അതിന്റെ വിശദീകരണം? അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ. അതിനേക്കാളും വലിയൊരു ബുറാഖ് ഉണ്ടാകരുത്. പറഞ്ഞേക്കണ്ടേ? ബുറാഖ് എന്താണ്? ബുറാഖ് അല്ലാന്റെ സൃഷ്ടിയല്ലേ? ബുറാഖ് അല്ലല്ലോ, ആണോ? ബുറാഖ് അല്ലാന്റെ സൃഷ്ടിയാണ്. അല്ലാഹ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തിലേക്ക് പോകാൻ അള്ളാഹു അയച്ചിട്ടുള്ള ഒരു വാഹനം. ആ വാഹനത്തിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലായതുകൊണ്ട് റസൂലുള്ളാഹി വേഗമെത്തി. പക്ഷെ ഖുർആനും ഹദീസും പരിശോധിക്കുമ്പോ ഹറമിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ ഭവനത്തിന്റെ അടുക്കൽ. അവിടെ നിന്ന് കേറിയിരുന്നിട്ടുണ്ട്. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 1-ാം ആകാശത്തെത്തിയിട്ടുണ്ട്. ആ 1-ാം ആകാശം വരെ ബുറാഖിനെ പറ്റി ചർച്ചയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ലാഹൂത്തിലേക്ക്, ജബറൂത്തിലേക്ക്, മലക്കൂത്തിലേക്ക്, അലമൂത്തിലേക്ക്, ആലമുൽ അംറിലേക്ക്, ആലമുൽ മിസാലിലേക്ക്, ആലമുൽ അർവാഹിലേക്ക്, മലഉൽ ആലയിലേക്ക്. അങ്ങനെ ഒരു ബുറാഖുള്ളതായി ഖുർആനിലോ ഹദീസിലോ കാണുന്നില്ല എന്ന് പണ്ഡിത ഭാഷ്യം. എന്ന് വെച്ചാൽ അങ്ങോട്ടൊരു ബുറാഖിന്റെ ആവശ്യമില്ല. ഖാബ ഖൗസൈനി ഔ അദ്ന, ഞങ്ങൾ അമ്പും വില്ലും അടുത്തതിനേക്കാൾ അടുത്തു എന്ന് പറയുമ്പോ ഇനി നിങ്ങൾ പോയിക്കോളൂ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഖറബായ മലക്കായി എനിക്ക് പോലും പ്രവേശനമില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറയുമ്പോ എവിടെയാണ് അവിടെ ബുറാഖിന്റെ ചർച്ചയെന്ന് ഷെയ്ഖ് നമ്മളോട് ചോദിക്കുന്നു. ആ ഒരു പോക്കിന്റെ കൂട്ടത്തിൽ പിന്നെ എന്തിനാ കോടിക്കണക്കിന് വർഷങ്ങൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന മനോഹരമായ യാത്രക്ക് നിമിഷങ്ങളെ കൊണ്ട് തീർക്കാൻ ബുറാഖ് ഒരു തടസ്സമാണ്. കാരണം ബുറാഖിന്റെ വേഗത ഏകദേശം അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടെത്തിയത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ഹറമിൽ നിന്ന്. ഈ വേഗത പോരാ അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ. അതുകൊണ്ട് ഒറ്റയടിക്ക് ബുറാഖില്ലാതെ യാത്ര തുടർന്നാൽ ബൈത്തുൽ മുഖദ്ദസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ അപ്പുറത്തേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് യാത്ര പുറപ്പെടുവിക്കരുത്. അതിന്റെ ടൈം ഡ്യൂറേഷൻ ഒന്ന് കുറക്കണം, അതിൻ്റെതായ അവസ്ഥയൊന്ന് കുറക്കണം. അങ്ങനെ കുറച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ബുറാഖിനെ ഏർപ്പാടാക്കിയത്. കുറച്ചു നേരത്തേക്ക് സ്പീഡ് കുറക്കാൻ. സ്പീഡോമീറ്ററിന്റെ കുറവാണ് ബുറാഖ്, അതിനപ്പുറത്തേക്കാണ് യഥാർത്ഥ സഞ്ചാരം. ആ സഞ്ചാരത്തിൽ ബുറാഖ് പോലും ആവശ്യമില്ല. കാരണം ബുറാഖ് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള സഞ്ചാരത്തിൽ ഒറ്റക്കുള്ള യാത്രയാണ്. ഏറ്റവും അടുത്തവനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും വഴിമാറി നിൽക്കേണ്ടുന്ന വല്ലാത്തൊരു ആത്മപരിരംഭണത്തിന്റെ ആനന്ദ പരമാനന്ദ സായൂജ്യ നിർവൃതിയിൽ അല്ലാഹുവും അവന്റെ റസൂലും മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, മീഡിയേറ്റേഴ്സ് ആരുടെയും ആവശ്യമില്ല എന്ന് അല്ലാഹു പറയുന്നു.